സ്തുതിച്ചു പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കുക. നിങ്ങളുടെ ആത്മാവിലൂടെ അഭിഷേകം ഈശോയെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി 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 ഈശോയെ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ഈശോയെ. അഭിഷേകം അഭിഷേകം ഒഴുകട്ടെ ഒഴുകട്ടെ, എല്ലാവരിലും നിറഞ്ഞു തുളുമ്പട്ടെ, നിറഞ്ഞു തുളുമ്പട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവജലത്തിന്റെ അരുവിയായി നിറഞ്ഞു ജ്വാലയായി ഞങ്ങൾ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങൾ കത്തിപ്പടരണമേ. ജീവജലത്തിന്റെ അരുവിയായി നിറഞ്ഞു. താങ്ക് യു ലോർഡ്. നമ്മൾ സങ്കീർത്തനം 17-ാം സങ്കീർത്തനത്തിലെ 3 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 17-ാം സങ്കീർത്തനത്തിൽ 6 മുതൽ 9 വരെയുള്ള 3 വചസ്സുകൾ. 17-ാം സങ്കീർത്തനം നിഷ്കളങ്കന്റെ പ്രതിഫലം. കർത്താവ് നമ്മളെ ആത്മാവിൽ ചേർന്ന് കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈശോ തന്നെ പാടുന്ന സങ്കീർത്തനമാണ്. ഈശോയാണ് സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത്. വരുവിൻ, ആരംഭിക്കാം. കർത്താവേ, എന്റെ ന്യായം കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എന്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എന്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. കർത്താവേ, എന്റെ ന്യായം കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ, അങ്ങെനിക്കുത്തരമരുളും. അങ്ങ് ചെവിചായ്ച്ചെന്റെ വാക്കുകൾ ശ്രവിക്കണമേ. തന്റെ വലതുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നു കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കർത്താവേ,
ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. താവേ, സങ്കീർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ ചലിപ്പിക്കണമേ. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോയെ അങ്ങ് തന്നെയാണ് പാടുന്നത്, അങ്ങ് തന്നെയാണ് പാടുന്നത്, അങ്ങ് തന്നെയാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഉദ്ധരണി വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് ബോധ്യമാണ്, ഉദ്ധരണിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പാത്രീസ് കോർഡേ പിതാവിൻ്റെ ഹൃദയം എന്ന ഈ വർഷത്തെ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ആ പ്രബോധനത്തിൽ എഴുതിയിരിക്കുന്നതാണ് പാത്രീസ് കോർദേ, പിതാവിൻ്റെ ഹൃദയം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ ഉദ്ധരണി. വിശുദ്ധ ഔസേപ്പിൻ്റെ മഹത്വം, അദ്ദേഹം മറിയത്തിൻ്റെ ഭർത്താവും യേശുവിൻ്റെ പിതാവുമായിരുന്നു എന്നതാണ്. ഈ വിധത്തിൽ രക്ഷയുടെ മുഴുവൻ പദ്ധതിയുടെ സേവനത്തിന് അദ്ദേഹം സ്വയം സമർപ്പിച്ചു. രക്ഷയുടെ മുഴുവൻ പദ്ധതിയുടെ സേവനത്തിന് അദ്ദേഹം സ്വയം സമർപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ മതബോധന കളരിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളവരും ഇനി ഇത് വന്നുകൊണ്ടിരിക്കുന്നവരും പിന്നീട് ഇതിലൂടെ ഓഫ്ലൈനായിട്ട് ഇത് കാണാൻ, കേൾക്കാനും പഠിക്കാൻ പോകുന്നവരും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2616 ഈശോയുടെ പ്രാർത്ഥന. 2616 യേശു പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ അല്പം വിശദമായിട്ടാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് 2616 പേജ് നമ്പർ 632. യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. വാക്കുകളിലൂടെയോ നിശബ്ദതയിലൂടെയോ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രവിക്കുന്നു. ഇവിടെയാണ് കുഷ്ഠരോഗി, ജൈറസ്, കാനാൻകാരി സ്ത്രീ, നല്ല കള്ളൻ,
നിശബ്ദതയിലൂടെയോ തളർവാദക്കാരനെ ചുമന്നവർ, യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി, കണ്ണീരും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കണ്ണുനീരും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി, അവളുടെ പ്രാർത്ഥന. നിശബ്ദമായിട്ട് എന്നാൽ വിശ്വാസത്തിലൂടെ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രവിക്കുന്നു. ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ, അല്ലെങ്കിൽ യേശുവേ ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്നുള്ള അന്ധരുടെ തീഷ്ണമായ നിലവിളി ഈശോ ജപം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത പ്രാർത്ഥനയിൽ ആവർത്തിക്കപ്പെടുന്നു. കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ മോചിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് യേശു വിശ്വാസപ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു. വിശ്വാസപ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോവുക. സ്നേഹമുള്ളവരെയും, അപ്പോൾ ഇതിൻ്റെ എല്ലാം അന്തരാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ രഹസ്യമാണ്. ഇവിടെയെല്ലാം തൽക്ഷണം കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തൽക്ഷണം കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ വിശ്വാസമാണ്. നമ്മളെ വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സഭയുടെ, പരിശുദ്ധ കത്തോലിക്ക സഭയാകുന്ന നമ്മുടെ അമ്മ, നമ്മൾ ജനിച്ചിരിക്കുന്നത് ഈ വിശ്വാസത്തിലാണ്. ആ സഭയുടെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ പൈതൃകത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരേക്കാളും കൂടുതൽ ശ്രേഷ്ഠമായ വിശ്വാസമാണ് നമുക്കുള്ളതെന്നും ഉറപ്പിക്കണം നമ്മൾ. മാത്രമല്ല, എന്താണ് ഇനി നമ്മുടെ വിശ്വാസത്തിൽ കുറവുള്ളത്? നമ്മൾ ഇന്ന് ആ പാപിനിയുടെ നിശബ്ദമായ പ്രാർത്ഥനയാണ്. പാപിനി എന്തു ചെയ്തു? കണ്ണുനീരുകൊണ്ടും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി. ലൂക്കായുടെ സുവിശേഷത്തിൽ 37 മുതലുള്ള ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 36 മുതൽ. അല്പം വിശദമാണത്, നമ്മളതിലേക്ക് പോവുകയാണ്. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. ഇതാണ് സംഭവം.
അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു. സ്വഗതമായി, അതായത് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരാണെന്ന് ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. മറ്റവൻ ഒരുവൻ 500 മറ്റവൻ 50 ധനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിയില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ഇരുവർക്കും ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് ഇവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തുവോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്നും ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. പ്രൈസ് ദ ലോർഡ്. ഇത്ര നീണ്ട ഒരു ഭാഗം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താ? ലൂക്കായുടെ സുവിശേഷം പൗരോഹിത്യ മുറയ്ക്കുള്ള സുവിശേഷമാണ്. യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മുറയ്ക്കുള്ള സുവിശേഷമാണ്. യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മുറ.
മത്തായി യേശുവിൻ്റെ മാനുഷികതയും, മർക്കോസ് യേശുവിൻ്റെ ദൈവികതയും, എന്നാൽ ലൂക്ക യേശുവിൻ്റെ പൗരോഹിത്യപരവും യോഹന്നാൻ യേശുവിൻ്റെ ദൈവിക ദർശനങ്ങൾ അടങ്ങുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ അടയാളങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതോടൊപ്പം വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 പുണ്യങ്ങളും ഇവിടെ തുടിച്ചു നിൽക്കുന്നു. സകല പ്രതിസന്ധികളുടെ മധ്യത്തിലും അവൾ മുന്നോട്ട് വരുന്നു. പാപിനിയായ സ്ത്രീ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിനിയാണെന്നാണ് പറയുന്നത്. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ, അപ്പോൾ ഒരാള് മറ്റൊരാളുടെ വീട്ടിൽ ഒരു ക്ഷണവുമില്ലാതെ അതിക്രമിച്ച് കടന്നു വരികയാണ്. അത് തന്നെ, അതും ഫരിസേയരുടെ വീട്ടിൽ ഒരു പാപിനി. ഫരിസേയര് പാപികളുമായിട്ട് തൊടുക പോലുമില്ല. പാപികളെ തൊടാൻ പാടില്ല. പാപികളുടെ വീട്ടിൽ കയറില്ല. അത്രയ്ക്ക് ഐത്തം കൽപ്പിച്ചിട്ടുള്ള ആ ഫരിസേയരുടെ വീട്ടിലേക്ക് ഈ പാപിനിയായ സ്ത്രീ എല്ലാ സെക്യൂരിറ്റി നിയമങ്ങളെയും ഉടച്ചുകൊണ്ട് കടന്നു വരുന്നു. അവൾക്ക് യേശുവിനെ കാണണം, അവൾക്ക് യേശുവിനെ ആരാധിക്കണം, അവൾക്ക് യേശുവിനെ സ്നേഹിക്കണം. അപ്പോൾ പ്രകടമായി യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്ന വളരെ പ്രകടമായ ഒരു കാര്യം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കണേ? നമ്മുടെ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ പ്രകടമായ അവസ്ഥ എന്താണ്? ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അതാണ് ഒരു പ്രകടത. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ഈശോയുടെ കാൽക്കൽ ഇരുന്നു കൊണ്ട് അവൾ കണ്ണുനീരൊഴുക്കി. അപ്പോൾ കണ്ണുനീര്, ഒരു പാപിനിയുടെ കണ്ണുനീരെന്ന് പറയുന്നത് തന്നെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരാണ്. അവൾക്ക് ആ പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കണം. അവൾക്ക് സ്വയം അത് സാധ്യമല്ല. എന്നാൽ അവൾ വിശ്വസിക്കുന്നു ഈ യേശു ദൈവമാണ്. ആ ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്നതാണ് അവളുടെ വിശ്വാസം. എന്നാൽ ഫരിസേയൻ്റെ സംസാരത്തിൽ നിന്ന്, അവൻ്റെ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കുന്നു, അവളൊരു പാപിയാണെന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അവളെ തൊടാൻ അനുവദിക്കുന്നത്? അപ്പോൾ അവർ പാപികളുമായിട്ട് അകന്നു നിൽക്കണം. പരസ്നേഹത്തിൻ്റെ അവസ്ഥയാണ്. അതാണ് ഫരിസേയ മനോഭാവം.
ഈ രണ്ട് മനോഭാവത്തെയും ഈശോ ഇവിടെ നമുക്ക് പൊളിച്ചു കാണിച്ചു തരികയാണ്. അയാൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണത്തിന് വിളിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈശോ പറയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാല് കഴുകിയില്ല, നീ എന്നെ ചുംബിച്ചില്ല. എന്നാൽ ഇവളെ കണ്ണുനീര് കൊണ്ട് കാല് കഴുകുന്നു, ഇവളെൻ്റെ കാല് ചുംബിക്കുന്നു, ഇവളെ എൻ്റെ കാല് സുഗന്ധദ്രവ്യം പൂശി എന്നെ മഹത്വപ്പെടുത്തുന്നു. അവളുടെ സ്നേഹവും അവളുടെ വിശ്വാസവുമാണ് അവിടെ പ്രകടമാകുന്നത്. അവളൊരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരു പെർഫെക്റ്റ് കോൺടെംപ്ലേറ്റീവാണ്, പെർഫെക്റ്റ് കോൺടെംപ്ലേറ്റീവ്. അവളുടെ ഹൃദയം യേശു മനസ്സിലാക്കുന്നു. അവളുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതോടൊപ്പം പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. പശ്ചാത്താപമാണ് ഈശോയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ബലി എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നുറുകിയ ഹൃദയമാണ്. ഇപ്പം നമ്മളെല്ലാം പാപം ചെയ്താൻ സാധ്യതകളുണ്ട്. എന്നാൽ നമ്മൾ ചെയ്തു പോയ പാപത്തെ പ്രതി പശ്ചാത്തപിച്ച് ഈശോയുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇതുപോലെ തന്നെ നമ്മളോടും കരുണ കാണിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. ഒരാൾക്ക് രണ്ട് പേരുടെ ഒരു കടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ 500 ദിനാറ്, മറ്റൊരാൾ 50. ഒരുവൻ 500 മറ്റൊരുവൻ 50 ദിനാറ കടപ്പെട്ടിരുന്നു. ഒരുവൻ 500 മറ്റൊരുത്തൻ 50 ദിനാറ കടപ്പെട്ടിരുന്നു. എന്നാൽ യജമാനൻ 2 പേർക്കും അത് ഇളയിച്ചു കൊടുത്തു. ആർക്കാണ് കൂടുതൽ സ്നേഹം? അപ്പോൾ ആരുടെ കൂടുതൽ പാപങ്ങൾ ഉണ്ടായിരുന്നുവോ, ആര് കൂടുതൽ പാപിയായിരുന്നുവോ, നമ്മൾ കൂടുതൽ പാപിയെ കൂടുതൽ നികൃഷ്ടരായി കാണുന്നു. എന്നാൽ ദൈവം കാണുന്നത് ആ കൂടുതൽ പാപിയുടെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ ആ കൂടുതൽ പാപിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെയാണ്. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കാണാം, ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ദർശിച്ചത് മഗ്ദലനാ മറിയത്തെയാണ്. ഇപ്പം ഈ സ്ത്രീ മഗ്ദലനാ മറിയമാണോ ഇല്ലേ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. അതെപ്പോഴും ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. 2 സ്ഥലത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ബഥനിയായിലെ ലാസറിൻ്റെ വീട്ടിൽ വെച്ച് ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ ഇതിൽ ആശയപരമായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു അതാണ് മഗ്ദലനാ മറിയം, ഇവൾ മഗ്ദലനാ മറിയമല്ല. ചിലർ പറയുന്ന 2 ഒരേ മറിയമാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും പാപിനിയായിരുന്ന മഗ്ദലനാ മറിയം, അവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. ആ മറിയത്തിനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും. ആ മറിയത്തെയാണ് അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് ഈശോ അയക്കുന്നത്. ആലോചിച്ച് നോക്കി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മഗ്ദലനാ മറിയത്തെക്കുറിച്ച് പറയുന്നത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയാണ്.
അപ്പസ്തോലന്മാരിലേക്ക് ഉയർപ്പിൻ്റെ വിശ്വാസത്തെ പ്രബോധിപ്പിക്കാനായിട്ട് അയച്ചത് ഏറ്റവും വലിയ പാപിനിയായിരുന്ന അവൾ പശ്ചാത്തപിച്ച് ഈശോയെ സ്നേഹിച്ച ആ അവസ്ഥയാണ്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം, നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ പഴയകാലത്ത് ചെയ്ത പാപങ്ങൾ ഓർത്തുകൊണ്ട് അയാളെ നികൃഷ്ടമായി ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഈശോ അയാളുടെ പഴയ പാപങ്ങളെ ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈശോ ഭൂലോക പാപം മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ വിശ്വാസവും സ്നേഹവും തമ്മിലുള്ളൊരു ബന്ധം. ഈശോയെ സ്നേഹിക്കണമെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈശോ നമ്മുടെയും നമ്മളെക്കാൾ ഏറ്റവും വലിയ പാപം ചെയ്തവരെയും ആ പാപം ഈശോ ഏറ്റെടുത്തു. ഈശോ ആ പാപത്തെ, ആ പാപിനിയെ സ്നേഹത്തോടെ കാണുന്നു. നമുക്ക് പാപികളെയും അങ്ങനെ സ്നേഹത്തോടെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നതിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനായി. അവൻ ഏറ്റവും വലിയ പാപിയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ പാപികളെ ഈശോ എങ്ങനെ കാണുന്നു എന്ന് കണ്ണിലൂടെ നമ്മൾ കാണാനൊന്ന് ശ്രമിച്ചേ. നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളോട് പാപം ചെയ്തവരാകാം, മറ്റു പല പാപം ചെയ്തവരായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളവരാകാം. നമ്മുടെ സമൂഹം, ഇന്നത്തെ മാധ്യമ കൾച്ചർ എന്ന് പറയുന്നത് ആര് എന്ത് തെറ്റ് ചെയ്തോ എന്ന് അന്വേഷിച്ച് നടന്ന് അതെല്ലാം നുറുക്കി പിറക്കി കംപ്ലീറ്റ് വിശദമായി പരസ്യപ്പെടുത്തി അവരെ അവഹേളിക്കുക എന്നതാണ് ഒരു വശം. അങ്ങനത്തെ ഒരു കൾച്ചറിൽ നമ്മൾ ചെന്ന് വീഴരുതൊരിക്കലും. അത് ദൈവീകമല്ല. നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശു എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൽ വിശ്വസിക്കണം. അതാണ് ഇന്ന് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് ഒരു സുഗന്ധദ്രവ്യമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഓ ദൈവമേ, നമുക്ക് പശ്ചാത്തപിക്കണം. നമ്മൾ പശ്ചാത്തപിക്കേണ്ടത് ഇപ്പോൾ ഈശോ ഫരിസേയനോട് പറഞ്ഞു, കണ്ടോ, ഇവൾക്ക് കൂടുതൽ ക്ഷമ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇവൾക്ക് കൂടുതൽ സ്നേഹമാണ്. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, 7:47, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് മനസ്സിൽ ആരെയെങ്കിലും ഒന്ന് ഓർക്കാം. നമ്മൾ സാധാരണഗതിയിൽ വളരെ പാപിയാണെന്ന് കരുതുകയും ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഹൃദയത്തിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ആരെയെങ്കിലും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ഈ ഫരിസേയൻ അതാണ് ചെയ്തത്. അവൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു,
ഇവൾ ഇത്രയും വലിയ പാപിയെ ഇവൻ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? അതാണ് രക്ഷയുടെ രഹസ്യം. ഇതാണ് പുതിയ നിയമം. പഴയ നിയമത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന ഫരിസേയരും നിയമജ്ഞരും കൽപ്പനകളെ ഒരു ചട്ടമാക്കി എടുത്തിട്ട് അവരെ വിധിക്കുന്നു. എന്നാൽ ഈശോ അവരെ സ്നേഹിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലും. ചിലവർ ഒരുപാട് കൊന്ത ചെല്ലുന്നവരുണ്ട്. പക്ഷേ അതിൽ പ്രധാന ഒരു പ്രാർത്ഥന എന്താണ്? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. ആരെ? എല്ലാ ആത്മാക്കളെയും. പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണേ. പാപികളോടുള്ള കാരുണ്യമാണ് അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ഇവിടെയും കാറ്റക്കിസത്തിൽ പറയുന്നുണ്ട്. 1846 തോന്നുന്നു. 1846. ഇതിൽ നമ്മൾ എത്താൻ കുറേ നാൾ കഴിയും. 1846 പാപത്തെക്കുറിച്ചുള്ള പഠനമാണ്. പാപം എന്ന ആണ് മെയിൻ സബ്ജക്റ്റ്. പാരഗ്രാഫ് 457. പേജ് നമ്പർ 457. നിങ്ങൾ പുസ്തകമുള്ളവരൊന്ന് എടുക്കണം, നല്ലതാണ്. നമുക്കുണ്ടാകേണ്ട വലിയ ഒരു വ്യത്യാസമാണിത്. നമ്മൾ വളരെ ആത്മീയമായി വളർന്നവരായാലും ഈ മനോഭാവത്തിൽ നമ്മൾ എവിടെയാണെന്ന് നോക്കൂ. സഭയുടെ പ്രബോധനമാണിത്. പാപം എന്നാണ് മെയിൻ ഹെഡിങ്. പക്ഷേ അതിൻ്റെ വകുപ്പിൽ ആദ്യം എഴുതിയിരിക്കുന്നത് കാരുണ്യവും പാപവും എന്നാണ്. 1846. എന്നിട്ട് ആദ്യം തുടങ്ങിയിരിക്കുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ലൂക്ക 15 എന്താ? ലൂക്ക 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ള ആ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠനും 3 ഉപമകളാണ് അവിടെ ഉള്ളത്. ഒന്ന്, കാണാതെ പോയ ആട് കണ്ടുകിട്ടുമ്പോൾ വലിയ സന്തോഷത്തോടെ തോളിലേറ്റിക്കൊണ്ടുവരുന്ന ഇടയൻ. രണ്ടാമത്, കാണാതെ പോയ നാണയം. വീട്ടിൽ തന്നെയാണ് നാണയം കാണാതെ പോയത്. അത് അന്വേഷിച്ച് കിട്ടുവോളം അന്വേഷിക്കുന്ന ആ അമ്മച്ചി. പിന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ. ഇപ്പം നമുക്കിങ്ങനെ പറയാം: നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. അവൻ സകലതും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി വലിയ പാപകരമായ അവസ്ഥയിൽ ജീവിച്ചു, സകലതും നശിപ്പിച്ചു. ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അവന് വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ? പക്ഷേ പിതാവ് അവനെ വാരിപ്പുണരുന്നു. കണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാത്സല്യം. ആ പിതാവ് അവനെ പുത്തൻ വസ്ത്രമണിയിക്കുന്നു, മുദ്രമോതിരമണിയിക്കുന്നു, പാദരക്ഷകൾ കൊടുക്കുന്നു, വലിയ ആഘോഷം. ഇത് കണ്ടിട്ട് കുപിതനായ മൂത്ത സഹോദരൻ. അപ്പോൾ ഇതാണ് ഇവിടെയും കാണുന്നത്. ആ മൂത്ത സഹോദരൻ ഈ ഫരിസേയനാണ്.
അവൻ ദേഷ്യപ്പെട്ട് അകത്ത് വരുന്നില്ല. അവൻ പിതാവിനെയും കുറ്റപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഇക്കാലം അത്രയും അങ്ങേക്ക് ദാസ്യവേല ചെയ്തു. കണ്ടോ? അവൻ ഒരു മകനാണെന്നുള്ള വിചാരം അവനില്ല. അവൻ ദാസ്യവേല ചെയ്തു. അവൻ പറയാണ്, എനിക്ക് വേണ്ടി സന്തോഷിച്ച ഒരാട്ടുകുഞ്ഞിനെ വെട്ടിയോ അപ്പൻ. എന്നിട്ടിപ്പോൾ ഈ നിന്റെ മകൻ ഉണ്ടോ, അവൻ മകനാണ്, സകലതും നശിപ്പിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വലിയ ആഘോഷം. ഇപ്പോഴാണ് അപ്പൻ ഹൃദയം തുറക്കുന്നത്. അപ്പൻ രണ്ടുപേരോടും പാപം, രണ്ടുപേരെയും സ്നേഹിക്കുന്നു. അപ്പൻ പക്ഷപാതമില്ല. അപ്പൻ പറയാണ്, മകനേ, നീ എപ്പോഴും എൻ്റെ കൂടെ ഇല്ലേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഓ, അപ്പോഴാണ് അവനൊരു തിരിച്ചറിവ്. അതാണ് ആ നഷ്ടപ്പെട്ട നാണയം. വീട്ടിൽ തന്നെയാണ് നഷ്ടപ്പെട്ടത്. അവനിക്കാലം അത്രയും അപ്പൻ്റെ കൂടെ വീട്ടിൽ തന്നെ ആയിട്ടും അപ്പനെ ഒരപ്പനായിട്ടല്ല സ്നേഹിച്ചത്, മറിച്ച് ഒരു മുതലാളി, ഒരു യജമാനൻ, അവനൊരടിമ. ഇതാണ് ഫരിസേയരുടെ അവസ്ഥ. ദൈവത്തെ വാത്സല്യനിധിയായ ഒരു പിതാവായിട്ട് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. കൽപ്പനകൾ പാലിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ആർക്കാണ് നമ്മൾ കൽപ്പന കൊടുക്കുന്നത്? നമ്മൾ കൽപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ വേലക്കാരോടാണ്. രാവിലെ പറയുന്നേ, നീ നിന്നമാതിരി ചെയ്തേക്കണം, അവിടെ 10 തെങ്ങിൻ്റെ കട വെട്ടണം, നീ അത് കഴിഞ്ഞാലേ നിനക്ക് ഇന്ന് ഉച്ചഭക്ഷണമുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ആ. എന്നാൽ അതേ സമയത്ത് മക്കളോട് അങ്ങനെ പറയില്ല. മക്കളോട് എന്തു പറയും? മോനെ, ഇപ്പോൾ പപ്പ അവിടെ വാഴയ്ക്ക് തെങ്ങിന് വളമിടാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ, ഞാനും വരാപ്പ. അപ്പൻ തന്നെ കട വെട്ടുന്നു, മണ്ണ് മാന്തുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പാവം പറയാണ്, ഇനി അപ്പൻ അവിടെ ഇരിക്കും, ഞാൻ ചെയ്യാം, ഞാൻ കണ്ടു അപ്പൻ ചെയ്യണം, ഞാൻ കണ്ടു, ഇതുപോലെ ഞാനും ചെയ്യാം. അതാണ് മക്കള് അപ്പൻ ചെയ്യണത് കണ്ട് അതുപോലെ ചെയ്യുന്നു. ഈശോ പറഞ്ഞു, പിതാവ് ചെയ്യുന്നത് കണ്ട് പുത്രൻ അതുപോലെ ചെയ്യുന്നു. ഈ ഒരു മനോഭാവമാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം യേശുവിലൂടെ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ട് അതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ബന്ധം. ഇവിടെ പറയുകയാണ്, ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ പ്രമാണങ്ങൾ വിശ്വസിക്കണം, ഈശോയുടെ സുവിശേഷവും വിശ്വസിക്കണം. എന്നാൽ ഇത് രണ്ടും സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണണം. അതാണ് ഞാൻ പ്രമാണങ്ങളെ റദ്ദാക്കാനല്ല വന്നിരിക്കുന്നത്, അതിനെ പൂർത്തിയാക്കാനാണ്. മുടിയനായ പുത്രനെ, ജ്യേഷ്ഠനെയും അനുജനെയും പിതാവ് ഒരുപോലെ സ്നേഹിച്ചു, ഒരുപോലെ രക്ഷിച്ചു, ഒരുപോലെ നേടി. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. 1846 മാലാഖ ജോസഫിനെ അറിയിച്ചു, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. രക്ഷയുടെ കൂദാശയായ കുർബാനയെ സംബന്ധിച്ചും ഇത് ശരിയാണ്. പാപങ്ങളുടെ മോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയുടേതായ എൻ്റെ രക്തമാണിത്. കണ്ടോ, യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന കൂദാശകളെല്ലാം ഈ പാപത്തിൻ്റെ പൂർണ്ണമായ ഉന്മൂലനത്തെക്കുറിച്ചാണ് പറയുന്നത്. പാപത്തിൻ്റെ ഉന്മൂലനം. നമ്മൾ സീറോ മലബാർ ക്രമത്തിലെ കുർബാനയ്ക്ക് ശേഷം, കുർബാന സ്വീകരണത്തിന് ശേഷം വൈദികൻ വിശുദ്ധ കുർബാന സ്വീകരണം, അതിനുശേഷം വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളൂ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുസന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ. വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട്, ദൈവജനത്തിൻ്റെ കൃതജ്ഞതാ പ്രഹസനം. അതിൽ ഞായറാഴ്ചകളിലും ഓർമ്മ തിരുനാളുകളിലും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. ഇത് വിശ്വസിക്കുന്നുവോ? നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കട്ടെ. ഇതാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഈ പാപിനിയായ സ്ത്രീ എന്ത് ചെയ്തു? നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സുഗന്ധദ്രവ്യം സുഗന്ധാഭിഷേകമെല്ലാം നടത്തുന്നത് നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ച ആ കർത്താവിനെ കുറിച്ച്, ആ കർത്താവിനെ നമ്മൾ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട്, ആ പാപങ്ങൾ ക്ഷമിക്കുന്നവനേ. അപ്പം നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം നമ്മളിൽ ഉണ്ട് എന്നുള്ളത്. അതുമാത്രം പോരാ, ആ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ദൈവം ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനം എന്താ? ആ ദൈവം ചെയ്ത ആദ്യത്തെ പ്രവർത്തനം മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, പാപം ഉന്മൂലനം ചെയ്തു. ആ വാക്ക് ശ്രദ്ധിക്കൂ. ഞാൻ എപ്പോഴും പറയാറുള്ള വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പെസഹാ രഹസ്യങ്ങൾ, 4 പെസഹാ രഹസ്യങ്ങൾ. കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിച്ചു. കണ്ടോ, അവിടെ തന്നെ അത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യാവതാരം എന്തിനു ചെയ്തു? മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമ്മളെ, ഈശോ നമ്മളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്തു. അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതുജീവൻ നൽകി. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ
അങ്ങ് ഞങ്ങൾക്കായി സ്വർഗം തുറന്നു. ഇതാണ് നമ്മുടെ ബേസിക് വിശ്വാസവും സ്നേഹവും അടങ്ങുന്ന, പ്രത്യാശയും അടങ്ങുന്ന 4 രഹസ്യങ്ങൾ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കണം. കൂടുതൽ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ഓർക്കണം. പിതാവുമായിട്ട് ഇനി നമുക്ക് യാതൊരു തരത്തിലും അകൽച്ചയില്ലാത്ത രീതിയിൽ പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ സാധിക്കുന്ന പോലെ ഈശോ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. ഇന്നലത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ വായനകൾ, ഒന്നാം വായന എന്തായിരുന്നു? ഒന്നാം വായന ജെറമിയ 23. ജെറമിയ 23-ന്റെ 6-ാമത്തെ വചനം പറയുന്നത് അവൻ്റെ പേര് നീതി എന്നായിരിക്കും. ഉണ്ടോ? അവൻ്റെ പേര് നീതി എന്നാണ്. ആരെക്കുറിച്ചാണത്? വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് നെയിം ഷാൽ ബി ജസ്റ്റിസ്. അവൻ്റെ പേര് തന്നെ നീതി എന്നാണ്. പിന്നെ 23-ാം സങ്കീർത്തനം കേട്ടോ, ജെറമിയ 23, 23-ാം സങ്കീർത്തനം. പിന്നെ പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ അവൻ്റെ പേര് സമാധാനം എന്നാണ്. സമാധാനം നമ്മോടുകൂടെ. കണ്ടോ? ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും അവൻ നമുക്ക് സമാധാനം നൽകുകയും ചെയ്തു. പിന്നെ സുവിശേഷം, ഈശോ ജനാവലിയെ കണ്ടു. എല്ലാ ശിഷ്യന്മാരെ വിളിച്ചത് നമുക്ക് അവിടെ പോയി അല്പം വിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചപ്പോൾ, അവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ച ആളുകൾ അവിടെ വന്നു ചേർന്നേക്കണം. കാരണം ജനം അത്രയ്ക്ക് കഷ്ടപ്പാടിലാണ്. ജനത്തിന് ഒരാശ്വാസവും കിട്ടുന്നില്ല. അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ അവൻ അറിയപ്പെടുക. ഉണ്ടോ? ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഞാനിത് എപ്പോഴും പറയണത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഓരോ ദിവസത്തെയും വായനകളെ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം. പഴയ നിയമം, സങ്കീർത്തനം, പുതിയ നിയമത്തിലെ വായനകൾ, പിന്നെ സുവിശേഷം. ഉണ്ടോ? എത്ര കൃത്യമായിട്ടാണ് നീതി, ഇടയൻ, നല്ല ഇടയൻ എന്ത് ചെയ്യും? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുണ്ട്. സുവിശേഷത്തിൽ പറയാണ്, അവൻ അവരോട് കരുണ തോന്നി, അവൻ അവരോട് അനുകമ്പ തോന്നി. മർക്കോസ് 6-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലായിരുന്നു അവൻ അവരോട് കരുണ തോന്നി. അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ട് പോയി നമുക്ക് അവിടെ ഇത്തിരി വിശ്രമിക്കാമെന്ന് പറഞ്ഞു. ആ എപ്പിസോഡ് ഞാൻ അനിമേഷനിൽ ഉണ്ടായിക്കഴിഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇവർ കുറേ പേര് ചോദിക്കാതെ യൂദാസ് വിശ്രമിക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ എന്താ എവിടെ വിശ്രമം? പത്രോസ് പറയാം, നീ മിണ്ടാതിരിക്കും, ഇത്രയും ആളുകൾ കണ്ടില്ലേ, അവരോട് കരുണ കാണിക്കണ്ടേ? മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അപ്പം വർദ്ധിപ്പിച്ചു. അപ്പം വർദ്ധിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം അവിടെ കിടന്ന അപ്പക്കഷ്ടങ്ങൾ പറക്കിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകേണ്ടി വന്നവർക്ക്. അപ്പം ഇവിടെ നമ്മൾ ആ പാപിനിയുടെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം. ആ പാപിനി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുവെങ്കിലും നമ്മളതിന് നന്ദിയുണ്ടോ? നമ്മളതിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള നന്ദി പ്രകടന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ഞങ്ങൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. അങ്ങ് ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ മുഴുവനും, ലോകത്തിൻ്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തു. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ
വിശ്വാസത്തെക്കുറിച്ച് ഇത്രയും വിശദമായി പഠിച്ച ഇത് 288-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമുക്ക് കർത്താവ് തന്ന ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു. ഇന്നത്തെ പ്രവചനത്തിൽ എന്തോ പ്രത്യേക അഭിഷേകം തരുന്നു എന്ന് പറഞ്ഞു. എന്താണത്? ഒന്ന് കേൾക്കാം. ഞാൻ നിങ്ങൾക്ക് ഇത് കൂടുതൽ അനുഭവം, അത് എൻ്റെ പ്രവൃത്തിയാണത്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അഭിഷേകം നിങ്ങളുടെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക. എന്താണ് അഭിഷേകം? അഭിഷേകം ഇതാണ്: ഞാൻ സകല പാപങ്ങളും ഏറ്റെടുത്തു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്കത് കൂടുതൽ അനുഭവമാക്കി തരും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ അഭിഷേകത്തിൻ്റെ അത്യുച്ചകോടി അനുഭവം തരും. കണ്ടോ? അത്യുച്ചകോടി അനുഭവം. എങ്ങനെയാണ് ഈ അത്യുച്ചകോടി അനുഭവം നമുക്ക് കിട്ടുക? ഈ ഫരിസേയൻ്റെ മനോഭാവത്തിലാണോ അതോ ഈ പാപിനിയായ സ്ത്രീയുടെ മനോഭാവത്തിലാണോ? ഈശോ കൃത്യമായിട്ട് പറയാണ്, അവളുടെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവളുടെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവൾ അധികം സ്നേഹിച്ചു. എന്തുകൊണ്ട് അവൾ അധികം സ്നേഹിച്ചു? അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികം സ്നേഹിച്ചു. ഈ പാപിനി സഭയുടെ ഒരു പ്രതീകമാണ്. വിശ്വാസികളുടെ സമൂഹമായ സഭ ഒരു വശത്ത് അവരുടെ പാപത്തിന് പരിഹാരം കിട്ടിയതിൻ്റെ ആനന്ദത്തിലാണ് സഭ മണവാട്ടിയായി മാറുന്നത്, നിർമ്മലയായി മാറുന്നത് അവളുടെ കഴിവല്ല. അവളുടെ മണവാളൻ അവളെ വിശുദ്ധീകരിക്കുന്നതിലൂടെയാണ്. അവളുടെ മണവാളൻ അവളെ വിശുദ്ധീകരിക്കാൻ തൻ്റെ ജീവരക്തം നൽകിയിരിക്കുന്നു. തൻ്റെ ജീവരക്തം നൽകി അവളെ സ്നേഹിച്ചു, അവളെ വിശുദ്ധീകരിച്ചു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവൻ ആരാണ്? അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ ഏറ്റവും വലിയ പാപികളുടെ പാപവും ക്ഷമിക്കപ്പെടുന്നു. വരുവിൻ നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ ബോധ്യത്തെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കുക. ഈശോ വന്നിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് അവരെ സഭയിൽ ചേർത്ത് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കാനാണ്. അങ്ങനെ ആക്കിയിരിക്കുന്നു. അങ്ങനെ ഈശോ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെയും നമ്മൾ പാപിയായിട്ട് കണക്കാക്കുകയോ ആ ഫരിസേയനെ പോലെ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് പശ്ചാത്തപിക്കൂ. നമ്മുടെ ഈ മനോഭാവമാണ് മാറേണ്ടത്. അത് മാറുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് വെള്ളച്ചാട്ടം പോലെ അഭിഷേകം, കർത്താവിൻ്റെ അഭിഷേകം തന്നെയാണത്. ഇതാ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ്? ദരിദ്രരോട്, പാപികളോട് സുവിശേഷം പ്രഘോഷിക്കാൻ. എന്താ സുവിശേഷം? ദൈവം പാപികളുടെ പാപം ഏറ്റെടുത്ത് അവരോട് കരുണയായിരിക്കുന്നു എന്നതാണ് സുവിശേഷം. പാപികളോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യമാണ് സുവിശേഷം. നമ്മളൊരു പക്ഷേ നമ്മളെ തന്നെ പീഡിപ്പിച്ചവരായിരിക്കാം. നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ
ഈ കാഴ്ചപ്പാടിലേക്ക് വരൂ. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, അവരെ സ്നേഹിക്കാൻ പറ്റും. ഈശോയുടെ കാഴ്ചപ്പാടിലേക്ക് വരൂ. ഈശോ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും സമാധാനം ഉണ്ടാക്കുകയും ചെയ്തു. അവൻ്റെ പേര് നീതി എന്നാണ്. അവൻ നമ്മളെ നീതീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അഭിഷേകം നൽകണേ, ഞങ്ങളിൽ അഭിഷേകം നൽകണേ. അങ്ങ് അരുളി ചെയ്ത പോലെ ഇന്നത്തെ പ്രവചനത്തിൽ അങ്ങ് അരുളി ചെയ്ത പോലെ ഞങ്ങളിൽ അഭിഷേകം നൽകണേ. ഞങ്ങളോട് തിന്മ ചെയ്തവരോടും ഞങ്ങൾ മറ്റുള്ളവരുടെ തിന്മ കാണുമ്പോഴും ദൈവമേ അവരോട് കരുണ തോന്നുന്ന അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുകാട്ടിക്കുട്ടിയായ ഈശോ ഈ പാപിനിയായ സ്ത്രീയോട് അങ്ങ് പറഞ്ഞത് ഇന്ന് ഞങ്ങളോട് പറയണേ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അഭിഷേകം ഞങ്ങളിലുള്ള അഭിഷേകം ഒഴുകട്ടെ. ഞങ്ങളിലുള്ള അഭിഷേകത്തിന് തുറന്നു വിടണമേ. ഞങ്ങളിലുള്ള അഭിഷേകം ഇതാണ്. അങ്ങയുടെ കണ്ണുകളിലൂടെ എല്ലാ മനുഷ്യരെയും കാണാൻ, അങ്ങ് ക്ഷമിച്ച പോലെ എല്ലാ മനുഷ്യരോടും ക്ഷമിക്കാൻ, അങ്ങ് കരുണ കാണിച്ച പോലെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കാൻ ഈ പാപിയുടെ മനോഭാവം ഞങ്ങൾക്ക് നൽകണേ. പരിസേന്റേതല്ല, പരിസേന്റേതല്ല. മകനേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണടാ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. നിങ്ങൾ അല്പസമയം ഇത് വെച്ചുകൊണ്ടൊന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ തന്നെ അല്പസമയം ഒന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക. എന്താ പശ്ചാത്തപിക്കേണ്ടത്? നമ്മുടെ ഈ മനോഭാവത്തെക്കുറിച്ചാണ്. നമ്മളുടെ ഈ മനോഭാവത്തെക്കുറിച്ച്, നമ്മുടെ മനോഭാവത്തിൽ എന്താണ് മാറ്റമുണ്ടാകേണ്ടതെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവേ നന്ദി.